ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ബീഹാറിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പതിമൂന്ന് ദിവസത്തെ യാത്ര പട്നയിലാണ് സമാപിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി അനുയായികൾക്കൊപ്പം തുറന്ന വാഹനമല്ല, വാഹനത്തിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നത് കാണാം. ബീഹാറിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയും RJDയുടെ നേതാവുമായിട്ടുള്ള തേജസ്വി യാദവിനെയും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. വോട്ട് അധികാർ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അധികാരായിരുന്ന ജഗ്ജീവൻ റാം സുഭാഗ് സിംഗ് ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ ജയിച്ചു വന്നിട്ടുള്ള ഒരു പാർലമെന്റ് ആയിട്ടുള്ള സസറാമിൽ നിന്നാണ് ഇപ്പോൾ വോട്ട് അധികാർ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. മീരാ കുമാർ, ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭ വനിതാ സ്പീക്കറായിരുന്ന മീരാ കുമാർ ഉൾപ്പെടെ ജയിച്ച മണ്ഡലമാണ്. പിന്നീട് BJPയോട് ആ മണ്ഡലം നഷ്ടപ്പെട്ടെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മനോജ് കുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ബീഹാറിൽ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIRനെതിരായിട്ടുള്ള വോട്ട് അധികാർ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ രാജ്യത്തിന് മുന്നിൽ വെച്ചതിന് ശേഷം അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. സസറാമിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 13 ദിവസം പിന്നിട്ട് ഉടൻ തന്നെ പട്നയിലായിരിക്കും ഇതിന്റെ മഹാസമ്മേളനം ഉണ്ടാവുക. അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ നേതാക്കളെയും കോൺഗ്രസ് ഇന്ത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. MK സ്റ്റാലിൻ DMK നേതാവ്, തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സസറാമിൽ തത്സമയം ന്യൂസ് മലയാളത്തിന്റെ വാർത്താ സംഘം രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നു നീങ്ങുകയാണ്. ശരത് ലാൽ സസറാമിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, അങ്ങനെ വോട്ട് അധികാർ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകി. വിശദമായ മറുപടി നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ച ആ മണിക്കൂറിലാണ് വോട്ട് അധികാർ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം വലിയ ജനപങ്കാളിത്തത്തെ അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ സസറാമിന്റെ ആ തെരുവീതികളിൽ ശരത്തിന് കാണാനാകുന്നുണ്ട്. പോത്തിന് അതുതന്നെയാണ്, വൻ ജനാവലിയാണ് RJDയുടെ സുപ്രീമോ, അതായത് RJD നേതാവിനോടൊപ്പം ലാലു പ്രസാദിന്റെ മകനോടൊപ്പമാണ് ഒരേ തുറന്ന വാഹനത്തിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് നിൽക്കുക. എല്ലാവരെയും കൈവച്ച് അത് വല്ലാത്തൊരു ജനസഞ്ചയം തന്നെ എന്ന് പറയാം. കാരണം നമ്മൾ പോകുന്നത് ഒരു പഴയ കൽക്കത്ത റോഡിൽ കൂടിയാണ്, GB റോഡിൽ കൂടിയാണ്. പഴയ കൽക്കത്ത ട്രങ്ക് റോഡാണിത്. ഈ റോഡിൽ കൂടിയാണ് ജനസഞ്ചയങ്ങളുടെ കൂടെയാണ് ഒഴുകുന്നത് എന്ന് വേണം പറയാം. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ ഒരു ആവേശമായിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറയും, തേജസ്വിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്. അവരുടെ വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം ജനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഒഴുകിയെത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഇലക്ഷൻ കമ്മീഷനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിക്ക് താൻ പറഞ്ഞ കാര്യങ്ങൾ, താൻ ചോദിച്ച കാര്യങ്ങൾ ആ ജനങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്
അദ്ദേഹം ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. താൻ വോട്ട് ചോരി പറഞ്ഞത് വെറുതെയല്ല, അതൊരു പത്രസമ്മേളനത്തിൽ മാത്രമല്ല, ജനങ്ങളെടുത്ത് അതിനുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ 65 ലക്ഷം ജനങ്ങളോളം ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് പുറത്തായ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത്ര വലിയൊരു ആവേശമാണ് ഈ കാണുന്നത്. നമുക്ക് നമ്മളെ ക്യാമറ കണ്ണുകളോട് തന്നെ നമുക്ക് കാണാൻ കഴിയും. വളരെ വളരെ വലിയ ധനസഞ്ചയം, വളരെ വലിയ ഒരു ആൾക്കൂട്ടം. ഈ റോഡിൽ കൂടി പഴയ GT റോഡ്, പഴയ കൊൽക്കത്ത ദില്ലി റോഡാണ്, കൽക്കട്ട ഡ്രങ്ക് റോഡാണ്. ഈ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു റോഡ്. ഈ റോഡിലെയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് RJDയും അതേപോലെ രാഹുൽ ഗാന്ധിയും ശക്തി തെളിയിക്കുന്നത്. ഇവിടെ ഒരേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, BJPക്കെതിരെയാണ് മുദ്രാവാക്യങ്ങൾ പാടെ മുഴുകുന്നത്. നരേന്ദ്രമോദിക്കെതിരെയാണ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നതും. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പറയാൻ കഴിയും, ഇത്തരമൊരു യാത്ര ബീഹാറിലെ തെരുവോളങ്ങൾ, ശരി, ബീഹാറിന്റെ തെരുവുകളെ, സസറാമിന്റെ തെരുവുകളെ ആവേശക്കടലിലാക്കി വോട്ട് അധികാർ യാത്ര ഇപ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് നയിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ന്യൂസ് മലയാളത്തിന്റെ വാർത്താ സംഘം രാഹുൽ ഗാന്ധിക്കൊപ്പം സസറാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന്.